Hello dears, welcome back to Xylem Learning. It's me, Adarsh. മക്കളെ നിങ്ങൾ തംബ്നെയിൽ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാകും സ്പൈഡർമാന്റെ കണ്ണിന് ഏരിയ എന്ന ചാപ്റ്ററുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നല്ലേ. എന്നാൽ നിങ്ങൾക്ക് ഏരിയ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കാനുള്ള ട്രിക്കാണ് സ്പൈഡർമാന്റെ കണ്ണ് എന്ന് പറയുന്നത്. നോക്കിക്കോ, ഈ ഒരു ചോദ്യം നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിലങ്ങനെയുള്ള ഈ രണ്ട് ലൈൻസും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആണെന്നാണ് നിങ്ങളോട് തെളിയിക്കാൻ പറയുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസ് മക്കൾ നോക്ക്, ഈ രണ്ട് ട്രയാങ്കിൾസ് ഏകദേശം സ്പൈഡർമാൻ്റെ കണ്ണാണ് എനിക്ക് ട്രയാങ്കിൾ കാണുമ്പോൾ ഓർമ്മ വരാറ്. ഈ രണ്ട് ട്രയാങ്കിൾ, ഇങ്ങനെയുള്ള രണ്ട് ട്രയാങ്കിൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്പൈഡർമാൻ്റെ കണ്ണാണ്. ഓക്കെ, നോക്ക് സ്പൈഡർമാൻ്റെ കണ്ണ് നോക്ക്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, കണ്ടോ, രണ്ട് ട്രയാങ്കിൾസ്. ഈ ട്രയാങ്കിളുകൾ ഏരിയ ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ആയിരിക്കും എന്ന കാര്യമാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. നോക്കാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് തെളിയിക്കാം. രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, പരപ്പളവ് തുല്യമാണെന്ന് തെളിയിക്കണം. അതിന് ആദ്യം പേര് കൊടുക്കുന്നു. ആദ്യത്തെ ത്രികോണം, മഞ്ഞ ത്രികോണത്തിന് ADP എന്നും, അതുപോലെ ഈ ഓറഞ്ച് ത്രികോണത്തിന് എന്ത് പേര് കൊടുക്കുന്നു, BCP എന്നും ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്ക്, ഇവിടെ ശ്രദ്ധിച്ച് നോക്കണേ. ACB അഥവാ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനും അതുപോലെ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിനും ഒരേ ഏരിയ അല്ലേ? ആണ് അല്ലേ? കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ABക്ക് പാരലലാണ് CD, ABക്ക് പാരലലാണ് CD. അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABDക്ക് ഈക്വൽ ആണ്. ശരിയല്ലേ? ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബേസ് സെയിമും പാരലൽ ലൈൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്ന രണ്ട് ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കുമെന്ന് ഓർമ്മയുണ്ടല്ലോ. സെറ്റ്. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്നും ഞാൻ ഈ ഭാഗം അങ്ങ് ഒഴിവാക്കിയാലോ? നോക്കൂ, രണ്ട് ട്രയാങ്കിൾസിൽ നിന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഏത് ഭാഗമാണ് ഞാൻ ഒഴിവാക്കുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ കുറയ്ക്കുന്നു. ഇവിടുന്ന് മാത്രമാണോ കുറയ്ക്കുന്നത്? അല്ല, അപ്പുറത്തുനിന്നും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABDയിൽ നിന്നും ഞാൻ എന്ത് കുറയ്ക്കുന്നുണ്ട്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABP എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ രണ്ട് ട്രയാങ്കിൾസിൽ നിന്നും ഞാൻ ഒഴിവാക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ നോക്ക്, ഒരേ ഭാഗമാണ് രണ്ടെണ്ണത്തൊന്നും ഒഴിവാക്കുന്നത്. ശരിയല്ലേ? രണ്ട് ട്രയാങ്കിൾ രണ്ടും ഈക്വൽ ആണ്. ആ ഈക്വൽ ആയതിൽ നിന്ന് ഒരേ കാര്യമാണ് ഒഴിവാക്കുന്നത്. ബാക്കി എന്താ ഉണ്ടാവുക? നിങ്ങൾ നോക്ക്, ABD, ഇതാണ് ABD. അതിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ? മഞ്ഞ ട്രയാങ്കിൾ അല്ലേ? അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ADP. ശരിയല്ലേ? ADP എന്ന് പറയുന്ന മഞ്ഞ ത്രികോണത്തിൻ്റെ ഏരിയ അതെന്തിന് ഈക്വലാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ BCP. കണ്ടോ, ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആണ്. ഇത് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? സ്പൈഡർമാൻ്റെ കണ്ണുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതിയടാ. സ്പൈഡർമാൻ്റെ കണ്ണ് പോലെയുള്ള ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരേ ഏരിയയാണ്. കണ്ടോ, ഇവിടെ സ്പൈഡർമാൻ്റെ കണ്ണ് പോലെ വരുന്ന ട്രയാങ്കിൾ നോക്ക്, ഈ ട്രയാങ്കിളും അതുപോലെ ഈ ട്രയാങ്കിളും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയും എത്ര തന്നെയാണ്? നിങ്ങൾക്ക് പറയാമല്ലോ, 10 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇത് 10 ആണെങ്കിൽ അപ്പുറത്തുള്ളതും 10 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ട്രിക്ക്. സ്പൈഡർമാൻ്റെ കണ്ണ് പോലെയുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആണ്.
ഇവിടെ ഈ കാണുന്ന മഞ്ഞ ട്രയാങ്കിളിൻ്റെയും ഓറഞ്ച് ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആണ്. നമുക്കറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ് എന്നെടുക്കാം. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. സ്പൈഡർമാൻ്റെ കണ്ണ് പോലെയുള്ള രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. എപ്പോൾ? ട്രപ്പീസിയത്തിൻ്റെ കേസിൽ കണ്ടോ, ഇങ്ങനെ പാരലലാണ്. ഈ രണ്ട് സൈഡ്സ് പാരലലാണെങ്കിൽ ഈ രണ്ട് സ്പൈഡർമാൻ്റെ കണ്ണ് പോലെയുള്ള രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിം ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ട്രപ്പീസിയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.